അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അവർ നൂറിലധികം സീറ്റ് നേടി. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരത്തിലേക്ക്. ആകെ ആക്സിസ് മൈ ഇന്ത്യ സർവേ മാത്രമാണ് തമിഴ്നാട്ടിൽ TVK വരുമെന്ന് പറഞ്ഞത്. പശ്ചിമ ബംഗാളിൽ മമതയെ അട്ടിമറിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ BJP അധികാരത്തിൽ വരികയാണ്. പുതുച്ചേരിയിലും BJP തന്നെയാണ് അധികാരത്തിൽ. അതുപോലെ ആസാമിൽ BJP വൻ വിജയം നേടി. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ 3 BJP ആണ് നേടിയത്. ഒന്ന് TVK നേടി, ഒന്ന് കോൺഗ്രസ് നേടി. തമിഴ്നാട്ടിൽ AIDMKയുടെ പിന്തുണ TVK സ്വീകരിച്ചാൽ അവിടെയും ഒരു NDA സർക്കാർ വരും. പുതുച്ചേരിയിൽ 15 സീറ്റിൽ NDA സഖ്യം മുന്നിലാണ്. കോൺഗ്രസ് 5 സീറ്റിലും TVK 2 സീറ്റിലും മറ്റുള്ളവർ 4 സീറ്റിലുമാണ്. പാർട്ടികൾക്ക് ലഭിച്ച സീറ്റ് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് 11, DMKയ്ക്ക് 5, BJPക്ക് 3, സ്വതന്ത്രർക്ക് 3, AIDMKയ്ക്ക് 1 സീറ്റും ലഭിച്ചു. അസാമിൽ BJP തന്നെയാണ് മുന്നിലെത്തിയത്. 82 സീറ്റാണ് അവർ നേടിയത്. 20 സീറ്റ് കോൺഗ്രസിനും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിന് 10 സീറ്റും ലഭിച്ചു. ആസാം ഗണപരിഷത്ത് 8 സീറ്റാണ് നേടിയത്. മൊത്തം നോക്കുകയാണെങ്കിൽ NDA 90 സീറ്റും കോൺഗ്രസ് 22 സീറ്റും AUDF 2 സീറ്റും മറ്റുള്ളവർ 12 സീറ്റും നേടി. നമ്മുടെ ദീദിയുടെ പശ്ചിമ ബംഗാൾ നോക്കുകയാണെങ്കിൽ BJPക്ക് 199 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 88 സീറ്റും കോൺഗ്രസിന് 2 സീറ്റും ഇടത് പാർട്ടികൾക്ക് 2ഉം മറ്റുള്ളവർക്ക് 3 സീറ്റും നേടി. എക്സിറ്റ് പോളുകൾ ഇങ്ങനെ തന്നെയാണ് പ്രവചിച്ചത്, BJP നേടുമെന്നാണ്. അത് തന്നെ സംഭവിച്ചു. ഇനി തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ആകെ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ മാത്രമേ TVK വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നുള്ളൂ. അത് തന്നെ സംഭവിച്ചു. TVK 109 സീറ്റിൽ വിജയിച്ചു. DMK 73 സീറ്റിലും AIDMK 52 സീറ്റിലും വിജയിച്ചു. 118 സീറ്റ് വേണം അധികാരത്തിലേറാൻ. 9 സീറ്റ് കുറവാണ് നമ്മുടെ വിജയ്ക്ക്, അതായത് വിജയുടെ പാർട്ടി TVKയ്ക്ക്. അവർ ആരുടെ പിന്തുണ നേടും നമുക്ക് കാത്തിരുന്ന് കാണാം. മാത്രവുമല്ല, അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പരാജയപ്പെടുകയും ചെയ്തു. TVK AIDMKയുടെ പിന്തുണ സ്വീകരിച്ചാൽ അവിടെ മറ്റൊരു NDA സർക്കാർ വരികയാണ്. AIDMK ഇപ്പോൾ NDAയിലാണ്. അങ്ങനെ AIDMK പിന്തുണ TVK സ്വീകരിച്ചാൽ മറ്റൊരു NDA സർക്കാർ തമിഴ്നാട്ടിൽ വരികയാണ്. ആസാമിലും ബംഗാളിലും ശേഷം തമിഴ്നാട്ടിലും NDA സർക്കാർ. അങ്ങനെ കേരളത്തിൽ UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും അന്ത്യമായിരിക്കുകയാണ്. UDFൻ്റെ സ്വതന്ത്രന്മാർ ഉൾപ്പെടെ 102 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. LDF 35 സീറ്റിലും ഇത്തവണ അക്കൗണ്ട് തുറന്ന NDA 3 സീറ്റിലും വിജയിച്ചു. NDA ആദ്യം വിജയിച്ചത് ചാത്തന്നൂരിലാണ്. അവിടെ ആരും പ്രതീക്ഷിച്ചില്ല ആദ്യം വിജയിക്കുമെന്ന്. അവസാന കണക്കൂട്ടലുണ്ടായിരുന്നു അവിടെ താമര വിരിയുമെന്ന്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആദ്യം നേമത്തിനും കഴക്കൂട്ടത്തിനും മുമ്പേ വിജയിച്ചത് അവിടെയാണ്. നേമത്ത് 3000-ലധികം വോട്ടിന് രാജീവ് ചന്ദ്രശേഖറും വെറും 20 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. അങ്ങനെ 3 സീറ്റുകൾ അവർക്ക് നേടാൻ സാധിച്ചു. പാർട്ടി വൈസ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ 63 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് വെറും 71 സീറ്റുകൾ മതി. CPIM 26 സീറ്റിൽ ഒതുങ്ങി. വലിയ വിജയം നേടിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. 26 സീറ്റിൽ മത്സരിച്ച് അവർ 22 സീറ്റിൽ വിജയിച്ചു. വലിയ പരിക്കില്ലാതെ CPI രക്ഷപ്പെട്ടു. അവർക്ക് 8 സീറ്റ് നേടാൻ സാധിച്ചു. PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് 7 സീറ്റിൽ വിജയിച്ചു. അവർ 8 സീറ്റിലാണ് മത്സരിച്ചത്. വൻ പരാജയം നേരിട്ടത് മധ്യ കേരളത്തിലെ വമ്പന്മാരായ കേരള കോൺഗ്രസ് M ആണ്. മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് M. അവർ 12 സീറ്റിൽ മത്സരിച്ചിട്ട് 1 സീറ്റിലും വിജയിച്ചില്ല. അവരുടെ ചെയർമാൻ ജോസ് കെ മാണിയും പരാജയപ്പെട്ടു. മന്ത്രിയായ റോഷി അഗസ്റ്റിൻ, N ജയരാജ്, പ്രമോദ് നാരായണൻ ഉൾപ്പെടെ 12 പേരും പരാജയപ്പെട്ടു. ജോസ് കെ മാണി ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുക എന്ന ബുദ്ധിപരമായ നീക്കമായിരുന്നു നടത്തേണ്ടത്. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. തോക്കുമെന്നറിഞ്ഞിട്ടും പാലായിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. P രാജീവ്, സജി ചെറിയാൻ, VN വാസവൻ, V ശിവൻകുട്ടി, OR കേളു, R ബിന്ദു, വീണ ജോർജ്, അബ്ദുറഹ്മാൻ എന്നിങ്ങനെ 1 ഡസൻ മന്ത്രിമാരും പരാജയപ്പെട്ടു. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പരാജയപ്പെട്ടവരിൽ കേരള കോൺഗ്രസ് B നേതാവ്
KB ഗണേഷ് കുമാറും ഉൾപ്പെടുന്നു. അദ്ദേഹം പരാജയപ്പെട്ടതോടുകൂടി കേരള കോൺഗ്രസ് ബിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതാകുന്നു.